എങ്ങനെയുണ്ട് മുണ്ടെടുത്തിട്ട്? എടി, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഇന്നലെ നിന്റെ പ്രകടനത്തിന് മുണ്ടില്ലായിരുന്നല്ലോ, ഇപ്പോഴും വേണ്ട. ആൾക്കാരെ കൈയടിച്ചൊടിക്കാം, പുറമടിച്ച് പൊളിക്കാം. കോളേജിൽ കയറിയാണ് നീ കടി ഉണ്ടാക്കിയത്. ഇങ്ങനെ അടി ഉണ്ടാക്കാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? ഹോട്ടെന്നോ? സ്കെൽറ്റാണെങ്കിലും ഉള്ളിൽ ഹോട്ടാ. ഇത്ര ഹോട്ട് മതിയോ? ഞാൻ പറയുന്നല്ലോ, നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി അടി ഉണ്ടാക്കുന്ന ഞാൻ കണ്ട കട്ട് ചെയ്യും. എന്ത് റിലേഷൻഷിപ്പ്? അല്ല ഇതെന്താ? എന്ത് ഇതെന്താണ്? എടി വിടാൻ. അല്ല ഇതെന്താ ചോര? ചേട്ടാ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ആ ബൈക്കിൻ്റെ ചെയിനൊന്ന് മുറിക്കത്താ. പണിയിലാണ്, കഴിഞ്ഞിട്ട് മുറുക്കി തരാം. വെയിറ്റ് ചെയ്യും. എടാ എങ്കി വാ, വേറെ നോക്കാം. പിണങ്ങാതെടായി, ചെയിനല്ലേ, അതിനി നിങ്ങൾ വേറെ അങ്ങ് പോയൊന്നും വേണ്ട, ഞാൻ ശരിയാക്കി തരാം. എടാ, ഒരു കാര്യം മറന്നുപോയി. എനിക്ക് ആ വണ്ടിയുടെ പണിയായിരുന്നു ആദ്യം തീർക്കാനുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, വെയിറ്റ് ചെയ്യ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ വേറെ കൊണ്ട് ശരിയാക്കടാ. മുറുക്കടാ മയില്. ഞാൻ മുറുക്കാറില്ല, പുകയ്ക്കാറേ ഉള്ളൂ. ഇപ്പൊ പോയ്ക്ക് വല്ല കുറവുണ്ടോ? എൻ്റെ കൈ കൊണ്ട് നിൻ്റെയൊക്കെ വണ്ടി ശരിയാക്കാമെന്ന് നീയൊന്നും വിചാരിക്കണ്ടാ. നിന്റെ കൈ കൊണ്ട് നീ ഇനി ഒരു വണ്ടി മുറുക്കണ്ട. എനിക്കിനി ഒന്നും മുറുക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നിൻ്റെയൊക്കെ തന്തമാരെ വാകേറ്റിയായിരിക്കും. തൊണ്ടി മുതലല്ലേ, അവിടെ കളഞ്ഞിട്ട് വരാൻ തോന്നിയില്ല. പിന്നെ അവൻ എന്തായാലും കേസൊന്നും കൊടുക്കാൻ പോകത്തില്ല. ലാസ്റ്റ് വാണിങ്ങാ. എടാ മൈനെ, നിനക്ക് കാനഡയ്ക്ക് പോകാൻ നന്നാവണമെങ്കിൽ നീ നന്നായിക്കോ. എന്തിനാ ഞങ്ങൾക്ക് ഇട്ടുണ്ടാക്കാൻ നിൽക്കുന്നേ? അവളെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേട്ട്. അവള് പറഞ്ഞാലേ നീ കേൾക്കോളൂ. നീയൊക്കെ രണ്ടും ഓരോന്ന് ഒപ്പിച്ച് വയ്ക്കും. കേസ് വരുമ്പോൾ എൻ്റെ വണ്ടി കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിനി എല്ലാ കാര്യത്തിലും ലീഗലായിരിക്കും. വണ്ടി എടുക്കടാ. അടുത്തിനി എവിടെ അടി ഉണ്ടാക്കാനാ? അവ ഇനി അടിയൊന്നും ഉണ്ടാക്കൂല. നന്നായി. ചേച്ചിയുടെ നല്ലത് കിട്ടിയല്ലേ?
നല്ലത് കിട്ടിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കിട്ടി. നിങ്ങൾക്ക് എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ചേട്ടല്ലേ നോക്കണ്ട ഡോർ പറഞ്ഞേ. ഞാൻ തുറന്നാണോ കുറ്റം? നിങ്ങൾക്ക് എവിടെ നിന്ന് കയറി വന്നേണം? ഒരു പുതിയ വണ്ടി അടിക്കേട്ടാ. വണ്ടിക്ക് എങ്ങാനും വല്ലതും പറ്റിയായിരുന്നേ കാണായിരുന്നു മോനെ, എൻ്റെ തനി സ്വഭാവം. ഡാടാ പ്രശ്നമൊന്നും വേണ്ട, വാ പോവാം. ഡാ വണ്ടി എടുത്തിട്ട് പിറകെ വന്നോളാം, കേട്ടല്ലോ. എന്താ എന്തോട് പോടാ കൊച്ചു പിള്ളേര്. ഹലോ, നിങ്ങൾ എവിടാ? ഞങ്ങളൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയാ. എന്ത് സംശയം ഉണ്ടോ? ഫോട്ടോ അയക്കണോ? പോടാ, പെട്ടെന്ന് വീടെത്താൻ നോക്ക്. ഓ ശരി മേഡം. ഇന്നെന്താണാവോ പുതിയ കേസ്? കൈയൊടിച്ചതോ അതോ കാലൊടിച്ചതോ? രണ്ടുമല്ല, ഒരുത്തൻ്റെ ചുക്കാമണി അടിച്ചും പൊട്ടിച്ച്. നിന്റെയൊക്കെ കേസ് ഏറ്റെടുത്ത് ഇനി ജയിലിൽ പോകാൻ വേറെ കുറ്റവാളികളൊന്നും കേരളത്തിലില്ല. നന്നായിക്കൂടെ? വക്കീലെ, നന്നായിട്ട് വരുന്ന വഴിക്കാ ഈ കേസൊന്നും കയറിയത്. ഇത്രയും നാള് കൈ കാല് പുറം അടിച്ച് പൊളിക്കുന്ന കേസ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഒരാളുടെ പുറമൊക്കെ എങ്ങനെയാണ് കൈ കൊണ്ട് അടിച്ച് പൊളിക്കുന്നത്? അത് നെക്സ്റ്റ് ടൈം അടിച്ചു പൊളിക്കുമ്പോൾ കാണിക്കാം. നിർത്തിക്കോ, ഇത് അവസാനത്തെ കേസാ. ഇനി നിങ്ങളുടെ ഒരു കേസ് ഞാൻ എടുക്കത്തില്ല. എന്റെ കേസ് എടുക്കുമോ മാഡം? കോടതി കയറി അവള് വായും തുറന്ന് നിന്നേക്കുന്നു. എൻ്റെ അനിയനാ ഇപ്പൊ ജയിലിൽ പോയി കിടക്കുന്നേ. ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ 50-50 ചാൻസേ ഉള്ളൂ എന്ന്? കാശ് എണ്ണി വാങ്ങുന്നതിൽ 50-50 ചാൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. തൻ്റെ മുഴുവൻ മുഴുവൻ കാശ് എണ്ണി വാങ്ങിച്ചില്ലേ? എടി, കാശ് ഉണ്ടാക്കാനാണ് നീ ആർക്കെങ്കിലും കൊടുക്കാൻ പോ, ഇതിലും കാശ് കിട്ടും. പിന്നെ കണ്ടാലും മോശം പറയില്ലല്ലോ, മുതലാവും. ഇങ്ങനെ പുറടിച്ച് വിളിക്കുന്നേ. ഈ കേസ് കൂടെ വക്കീലെടുക്കണം, കാരണം ഇത് വക്കീലിനുള്ളതാണ്.